ഒന്നും പറയണ്ട, ഭയങ്കര കോമഡി. ഡ്രൈവിംഗ് ടെസ്റ്റും മാറേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ്. 100% ഞാൻ യോജിക്കുന്നു. പറഞ്ഞ മനസ്സിലായല്ലോ, ഇവിടെ 100 കണക്കിന് ആക്സിഡന്റുകൾ ഇവിടെ സംഭവിക്കുമ്പോൾ നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. ക്വാളിറ്റി ആയിട്ട് ഒരാൾ ഡ്രൈവിംഗ് ലൈസൻസ് എടുത്തുകൊണ്ട് പോകണമെന്ന് ബഹുമാനപ്പെട്ട സർക്കാർ അങ്ങനെ തീരുമാനിക്കുമ്പോൾ നമ്മൾ അതിനെ മാക്സിമം സഹകരിച്ച് അതുമായിട്ട് മുന്നോട്ട് പോകുന്നതാണ് നല്ലത്. ഉപദേശം കൊള്ളാം വർമ്മ സാറേ, പക്ഷെ ചെറിയൊരു പ്രശ്നമുണ്ട്. മാറ്റങ്ങൾ എങ്ങനെയാണ് എന്ന് നിങ്ങൾ ഞങ്ങളെ പഠിപ്പിക്കണം. അതിനെന്ത് വേണം? ഗ്രൗണ്ട് വേണം. നിങ്ങൾ പറയുന്ന തരത്തിലുള്ള ഗ്രൗണ്ട് ഒന്ന് കാണിച്ചു തരാൻ ഈ കേരളത്തിനകത്ത് എവിടെയെങ്കിലും സാറിന് കഴിയുമോ? അതൊന്നും ഇല്ലെങ്കിലും ദാരിദ്ര്യത്തിന് കുറവൊന്നുമില്ലല്ലോ. അതില്ലാതെ സാർ എങ്ങനെ സാർ ഇത് ഇംപ്ലിമെന്റ് ചെയ്യണം? ദൈവമേ, മൂർഖനെയാണല്ലോ ചവിട്ടിയത്. വെറുതെ തർക്കിന്നാണ് അർത്ഥം. പണിമുടക്ക് തുടരുകയാണെങ്കിൽ ലൈസൻസിനായി കാത്തിരിക്കുന്നവരുടെ എണ്ണവും കൂടും. സ്വാഭാവികം. അങ്ങനെയെങ്കിൽ പണിമുടക്ക് അവസാനിച്ചാലും ഇത്രയും അപേക്ഷകർക്ക് ലൈസൻസ് കൊടുക്കുക ഗതാഗത വകുപ്പിന് എളുപ്പമാവില്ല. ഇനി നമ്മൾ എന്ത് ചെയ്യുമല്ലയ്യ? ഒരു ട്വിസ്റ്റ് ഉണ്ട്. അതാ അങ്ങോട്ടേക്ക് നോക്കൂ, അങ്ങോട്ടേക്ക് നോക്കാൻ ബുദ്ധിമുട്ടുള്ളവർ ഇങ്ങോട്ട് നോക്കിയാലും മതി. സംസ്ഥാനത്ത് ഡ്രൈവിംഗ് ടെസ്റ്റിന് കർശന നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയതോടെ കർണാടകയിൽ ലൈസൻസ് മാഫിയ സജീവം. ആവശ്യപ്പെടുന്ന പണവും ഗൂഗിൾ പേ വഴി അയച്ചാൽ വാഹനം ഓടിക്കാൻ അറിയാത്തവർക്കും ലൈസൻസ് തപാലിൽ വീട്ടിലെത്തും. അതിപ്പോ ലാഭായല്ലോ. ആധാർ കാർഡും പണവും നൽകിയാൽ ലൈസൻസ് കിട്ടുമെന്നറിഞ്ഞ കർണാടക ഹുൻസൂരിലെ RTO ഓഫീസിൽ ഞങ്ങളെത്തുമ്പോൾ വലിയൊരു ക്യൂ ആണ് ശ്രദ്ധയിൽപ്പെട്ടത്. മിക്കവരും ലൈസൻസിനായി കേരളത്തിൽ നിന്നെത്തിയ മലയാളികൾ. അടിപൊളി. കേരളത്തിലെ മോട്ടോർ വാഹന വകുപ്പിനും ഒന്നും ചെയ്യാൻ സാധിക്കുകയില്ല. എന്നാൽ ഇത് വരുത്തിവെക്കുന്നത് റോഡിൽ വലിയ അപകടങ്ങളായിരിക്കും. പോട്ടെ സാർ.